റിപ്പോർട്ടർ ചാനലിലെ ഏറ്റവും വലിയ തമാശ പരിപാടി ഏതെന്ന ചോദ്യത്തിന് പലരും ഇപ്പോൾ പറയുന്ന മറുപടി എഡിറ്റേഴ്സ് അവർ എന്നാണ്. ആ ബഹുമതിക്ക് സി കേശവൻ നൽകിയ സംഭാവനകൾ ചില്ലറയല്ലതാനും. സി കേശവനിലൊടുക്കെയാണ് ഇന്നലെയും എഡിറ്റേഴ്സ് അവർ പര്യവസാനിച്ചത്. ചിരിക്കാഴ്ചയിലേക്ക്. ഒരു ക്ഷേത്രം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് പറഞ്ഞത് സി കേശവനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ആ സി കേശവൻ പറഞ്ഞു. സി കേശവൻ ആരാ? ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് ചോദ്യം. ഈ കേരളം കേൾക്കട്ടെ, ഒന്ന് പറ. കെ ദാമോദരൻ. ശരി, കെ ദാമോദരൻ. അല്ലെങ്കിലും സി കേശവനിൽ തട്ടി തോൽക്കുകയെന്നത് ചാനൽ ചർച്ചകളിലെ ബിജെപിയുടെ തീരാ ശാപമാണിപ്പോൾ. പറഞ്ഞിട്ടും നാട്ടുകാർ കളിയാക്കിയിട്ടും പഠിക്കാൻ തയ്യാറില്ലെന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് ബിജെപി നേതാക്കൾ ഇപ്പോഴും. ഇന്നലെ ബി ഗോപാലകൃഷ്ണനായിരുന്നു ഇര. പതിവ് പോലെ അമ്പലം തകർത്താൽ അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് പറഞ്ഞതെന്ന് മൂപ്പരും അങ്ങ് തട്ടി. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരുമെന്ന് പറഞ്ഞത് നിങ്ങളാണ്. ബിജെപിക്കാരെ ഇക്കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് മടുത്ത അഭിലാഷ് തന്റെ നിസ്സഹായാവസ്ഥ വീണ്ടും വ്യക്തമാക്കി. ഈ തർക്കം ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ് മടുത്തതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ സിപിഐഎം നേതാവ് എം വി ഗോവിന്ദൻ അപ്പോൾ ശരിക്കും ഗോവിന്ദൻ മാഷായി. ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതിയെന്നായി മാസ്റ്ററുടെ പക്ഷം. അമ്പലത്തിൽ ഒരു അമ്പലം നശിച്ചാൽ ആ അമ്പലം നശിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്രയും അന്ധവിശ്വാസം ഇല്ലാതാവും എന്ന് ഏത് മാർസിസ്റ്റുകാരനാ പറഞ്ഞത്? പറഞ്ഞോ? എതിരെ നമ്മളോട് പറയാ. ഒറ്റയാളെ പറ. ശ്രീ ഗോപാലകൃഷ്ണൻ പറ. ഗോപാലകൃഷ്ണനോടാ പറഞ്ഞു പറയാൻ. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കേട്ട് ബിജെപിക്കാരുടെ കൂടി ബാല്യം പകച്ചുപോയി കാണും. സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടാ. നിങ്ങൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പുസ്തകം വായിക്കാത്ത എന്റെ കുഴപ്പമല്ല. ഞാനാണെങ്കിൽ ആ പുസ്തകം ചർച്ച മാറ്റി വെച്ചോ. ഇ എം എസ് പോലും ഞെട്ടിക്കാണുന്ന ഈ വെളിപ്പെടുത്തൽ കേട്ട് അഭിലാഷും ഗോവിന്ദൻ മാസ്റ്ററും പിന്നെ ഏത് പുസ്തകമെന്നായി ചോദ്യം. ഞാനൊരു 4 ഉദാഹരണം പറയാം സുഹൃത്തെ. ഞാൻ അങ്ങനെ പറയാം, നിങ്ങൾ മിണ്ടാതിരിക്കെ. ഞാൻ പറയാം. സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞു, നായനാർ പറഞ്ഞു, അതും പോട്ടെ, ഒറ്റയ്ക്ക് കെ കേളപ്പൻ നടത്തിയതാണത്രേ ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ചെയ്ത കെ പി കേശവമേനോനാ. ഗുരുവായൂർ സത്യാഗ്രഹം ചെയ്തത് കേളപ്പനാ. എന്തായാലും എഡിറ്റേഴ്സ് അവർ തമാശകൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.